നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് തുടക്കത്തിൽ ശക്തമായ സെല്ലിംഗ് പ്രഷർ നേരിട്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ മികച്ച റിക്കവറി കാഴ്ചവെക്കുകയും നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേണിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുകയും ചെയ്തു. ലോവർ ലെവലിൽ നിന്നുള്ള ബൈയിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേണിൽ ഫോം ചെയ്തിരിക്കുന്നത്. കൂടാതെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്ക് മുകളിലേക്ക് മാർക്കറ്റ് എത്തുകയും ചെയ്തു. ഇത് മാർക്കറ്റിൽ വന്ന ശക്തമായ റിക്കവറിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. 25,694 മാർക്കറ്റ് ക്ലോസിംഗ് നൽകി. 25,650 എന്ന റെസിസ്റ്റൻസിന് മുകളിലാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയത്. ഇതും വരും സമയങ്ങളിൽ മാർക്കറ്റ് ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഷോർട്ട് ടൈമിൽ 25,800, 26,000 തുടങ്ങിയ ലെവലുകളിലേക്ക് മാർക്കറ്റ് ഉയരാൻ സാധ്യതയുണ്ട്. 25,500, 25,480 തുടങ്ങിയ ലെവലുകൾ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്തേക്കാം. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് PI ഇൻഡസ്ട്രീസ്. PI ഇൻഡസ്ട്രീസിന്റെ പ്രോഫിറ്റ് ഏകദേശം 20% ഇടിഞ്ഞിട്ടുണ്ട്. 508 കോടിയിൽ നിന്ന് 480 കോടിയിലേക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ഇടിഞ്ഞു. മാർജിൻ 28.3% നിന്നും 28.9% ഇംപ്രൂവ് ആയെങ്കിലും എബിറ്റ 13.8% ഇടിയുകയും 628 കോടിയിൽ നിന്നും 541 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കമ്പനിയുടെ റവന്യൂവും 16% ഇടിഞ്ഞു. 2,221 കോടിയിൽ നിന്നും 1,872 കോടിയിലേക്കാണ് PI ഇൻഡസ്ട്രീസിന്റെ റവന്യൂ ഇടിഞ്ഞത്. അതുകൊണ്ട് ഇന്ന് PI ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നു. IOL കെമിക്കൽസിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 56% വർദ്ധിച്ച് 19 കോടിയിൽ നിന്നും 30 കോടിയിലേക്കെത്തി. കമ്പനിയുടെ റവന്യൂ 8% വർദ്ധിച്ച് 526 കോടിയിൽ നിന്നും 568 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 37% വർദ്ധിച്ച് 41 കോടിയിൽ നിന്നും 57 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. കമ്പനിയുടെ മാർജിൻ 8% നിന്നും 10% ഇംപ്രൂവ് ആവുകയും ചെയ്തു. IOL കെമിക്കൽ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 48% വർദ്ധിച്ചു. 121 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 179 കോടിയിലേക്ക് ഉയരുകയും കമ്പനിയുടെ റവന്യൂ 1.9% വർദ്ധിച്ച് 1,188 കോടിയിൽ നിന്നും 1,210 കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. കമ്പനിയുടെ എബിറ്റ 23% വർദ്ധിച്ച് 295 കോടിയിൽ നിന്നും 364 കോടിയിലേക്കെത്തി. ഗോദ്രേജ് ഇൻഡസ്ട്രീസിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 15% ഇടിഞ്ഞു. 288 കോടിയിൽ നിന്നും 243 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. എബിറ്റ 76% ഇടിഞ്ഞ് 575 കോടിയിൽ നിന്നും 134 കോടിയിലേക്ക് എത്തിയപ്പോൾ റവന്യൂ 4% വർദ്ധിച്ച് 4,805 കോടിയിൽ നിന്നും 5,032 കോടിയിലേക്ക് എത്തി. ടോറന്റ് പവറിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 10% വർദ്ധിച്ച് 7,176 കോടിയിൽ നിന്നും 7,876 കോടിയിലേക്ക് എത്തി. എബിറ്റ 25% വർദ്ധിച്ച് 1,207 കോടിയിൽ നിന്നും 1,506 കോടിയിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് 50% വർദ്ധിച്ച് 481 കോടിയിൽ നിന്നും 724 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. ആവാസ് ഫിനാൻസിയേഴ്സിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 10% വർദ്ധിച്ച് 148 കോടിയിൽ നിന്നും 164 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 242 കോടിയിൽ നിന്നും 288 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ബികാജി ഫുഡ്സിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 15% വർദ്ധിച്ച് 703 കോടിയിൽ നിന്നും 815 കോടിയിലേക്ക് എത്തി. എബിറ്റ 26% വർദ്ധിച്ച് 89 കോടിയിൽ നിന്ന് 113 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് 15% വർദ്ധിച്ച് 69 കോടിയിൽ നിന്നും 79 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ടോറന്റ് പവറിന്റെ റവന്യൂ 1% ഇടിഞ്ഞപ്പോൾ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 0.8% ഇടിഞ്ഞ് 927 കോടിയിൽ നിന്നും 919 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 11% ഇടിഞ്ഞ് 3,745 കോടിയിൽ നിന്നും 3,302 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. PC ജുവലേഴ്സിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 63% വർദ്ധിച്ച് 505 കോടിയിൽ നിന്നും 825 കോടിയിലേക്ക് എത്തി. എബിറ്റ 107% വർദ്ധിച്ച് 85 കോടിയിൽ നിന്നും 178 കോടിയിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് 17% വർദ്ധിച്ച് 179 കോടിയിൽ നിന്നും 210 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. കിർലോസ്കർ ഓയിലിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 30% വർദ്ധിച്ചു 1,499 കോടിയിൽ നിന്നും 1,948 കോടിയിലേക്ക് എത്തി. എബിറ്റ 28% വർദ്ധിച്ചു. നെറ്റ് പ്രോഫിറ്റ് 27% വർദ്ധിച്ച് 128 കോടിയിൽ നിന്നും 162 കോടിയിലേക്ക് എത്തി. BSEയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ റവന്യൂ 12% ഉയർന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 3.5% വർദ്ധിച്ച് 539 കോടിയിൽ നിന്നും 558 കോടിയിലേക്ക് എത്തി. BSEയുടെ റവന്യൂ 988 കോടിയിൽ നിന്നും 1,068 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 10% ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്.
RVNLന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 20% ഇടിഞ്ഞു. 287 കോടിയിൽ നിന്നും 230 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. RVNLന്റെ മാർജിൻ 5.6% നിന്നും 4.2% ഇടിയുകയും എബിറ്റ 20% ഇടിയുകയും ചെയ്തു. റവന്യൂ 5% വർദ്ധിച്ച് 4,885 കോടിയിൽ നിന്നും 5,123 കോടിയിലേക്കെത്തി. ഭാരത് രസായനിന്റെ റവന്യൂ 13% ഇടിഞ്ഞപ്പോൾ എബിറ്റ 40% ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് 13% ഇടിയുകയും ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് 32 കോടിയിൽ നിന്നും 28 കോടിയിലേക്ക് ഇടിഞ്ഞപ്പോൾ റവന്യൂ 328 കോടിയിൽ നിന്നും 286 കോടിയിലേക്ക് ഇടിഞ്ഞു. റിലയൻസ് ഇൻഫ്രയുടെ നെറ്റ് പ്രോഫിറ്റിൽ 53% ഇടിവ് വന്നു. കമ്പനിയുടെ എബിറ്റ 35% ഇടിഞ്ഞപ്പോൾ റവന്യൂ 14% ഇടിഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് 4,083 കോടിയിൽ നിന്നും 1,911 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 7,259 കോടിയിൽ നിന്നും 6,235 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 1,636 കോടിയിൽ നിന്നും 1,055 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ന് ഏഷ്യൻ പെയിന്റ്, അശോക് ലേലാൻഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ടാറ്റ സ്റ്റീൽ, പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്ട്സ്, ഫൈസർ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, കെയർ റേറ്റിംഗ്, ദീപക് നൈട്രേറ്റ്, ഇർക്കോൺ ഇന്റർനാഷണൽ, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ്, ജ്യോതി ലാബ്സ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വരുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഒട്ടുമിക്ക കമ്പനികളും ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽ സെക്ടറിലെ കമ്പനികളായതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഇന്ന് ഫോക്കസ് ചെയ്യാം. ഇനി മറ്റ് ചില സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഭാരത് ഫോർജ്. ഭാരത് ഫോർജിന്റെ സബ്സിഡറി കമ്പനിയായ കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റം എന്ന കമ്പനിക്ക് ഡിഫൻസ് മിനിസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള അണ്ടർ വാട്ടർ സിസ്റ്റം സപ്ലൈ ചെയ്യുന്നതിന് 250 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാരത് ഫോർജ് എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ എന്ന കമ്പനി നെക്സ്റ്റ് ജനറേഷൻ അപ്ലൈഡ് AI-യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ എന്ന സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. BASF ഇന്ത്യ എന്ന കമ്പനി ക്ലീൻ മാക്സ് എൻവിയോ എനർജി സൊല്യൂഷൻസിന്റെ സബ്സിഡറി കമ്പനിയുടെ 26% സ്റ്റേക്ക് അക്വയർ ചെയ്യുന്നതിന് വേണ്ടി പവർ പർച്ചേസ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് BASF ഇന്ത്യ എന്ന സ്റ്റോക്കും മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. പിനേഷ്യ ബയോടെക് എന്ന കമ്പനിക്ക് EC5DT വാക്സിൻ സപ്ലൈ ചെയ്യുന്നതിന് 41 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിനേഷ്യ ബയോടെക്കിനെ ശ്രദ്ധിക്കാം. റിലയൻസ് പവറിന്റെ സബ്സിഡറി കമ്പനിക്ക് SJVNന്റെ സൈഡിൽ നിന്നും 750 മെഗാവാട്ട് ശേഷിയുള്ള റിന്യൂവബിൾ എനർജി പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ ഓർഡർ ലഭിച്ചതുകൊണ്ട് റിലയൻസ് പവർ മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ഹെക്സാവെയർ ടെക് എന്ന കമ്പനി അഡ്വാൻസ്ഡ് ഇൻഷുറൻസ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഗൂഗിൾ ക്ലൗഡുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടാറ്റ പവർ എന്ന കമ്പനി 13,100 കോടി രൂപയുടെ ഹൈഡ്രോ പവർ പ്രോജക്റ്റിന്റെ സ്പെഷ്യൽ വെഹിക്കിൾസിന്റെ 40% സ്റ്റേക്ക് അക്വയർ ചെയ്യാനുള്ള ഒരു പ്ലാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഡിഫൻസ് സെക്ടറിലെ തന്നെ പ്രീമിയർ എക്സ്പ്ലോസീവ്സിന് കൊമേഴ്സ്യൽ എക്സ്പ്ലോസീവ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 16 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അതുകൊണ്ട് പ്രീമിയർ എക്സ്പ്ലോസീവ് എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാം. JSW സിമെന്റ് എന്ന കമ്പനി JSW ഗ്രീൻ എനർജി 15 എന്ന കമ്പനിയുടെ 26% സ്റ്റേക്കുകൾ 21 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാരസ് ഡിഫൻസിന് ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നും കൗണ്ടർ ഡ്രോൺ സിസ്റ്റം സപ്ലൈ ചെയ്യുന്നതിന് 35 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. സെല്ലോ വേൾഡ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. സ്റ്റേഷനറി ആൻഡ് റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റ് സെക്ടറിലേക്ക് സെല്ലോ ബ്രാൻഡ് തിരികെ വരുന്നതായി സെല്ലോ വേൾഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് സെല്ലോ വേൾഡ് എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്